ഹലോ നമസ്കാരം, അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് ഏലക്ക ചായ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് വെള്ളം നമുക്ക് വേണം. അപ്പോൾ ഈ 2 കപ്പ് വെള്ളത്തിൻ്റെ അതേ അളവിൽ തന്നെ 1 കപ്പ് പാല് വേണം. ആവശ്യത്തിന് തേയില വേണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഏലക്കായാണ്. ഞാനിവിടെ ഒരു 3 മുതൽ 4 ഏലക്ക എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏലക്കയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം വേണ്ടത് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര. ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മുടെ ഏലക്ക ചായ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്റ്റൗ അല്ലെങ്കിൽ ഗ്യാസ് നമുക്ക് കത്തിക്കണം. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇനി നമുക്ക് പാന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചു, പാൻ ഗ്യാസിൽ വെച്ചു. ഇനി നമ്മുടെ 2 കപ്പ് വെള്ളം, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഈ നമ്മുടെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളത്തിന് ഒന്ന് തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. വെള്ളം തിളയ്ക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ അടുത്ത പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം തിളച്ച് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. വെള്ളം ചൂടായാൽ മാത്രം പോരാ, ജസ്റ്റ് കുറച്ച് അതിൻ്റെ ഒരുപാട് തിള വരേണ്ട. തിള വരാനായിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടികൾ ചെയ്തു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നോക്കുക വെള്ളത്തിന് എത്ര ചൂട് വന്നിട്ടുണ്ടോ, തിള വന്നിട്ടുണ്ടോ നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കുക. ജസ്റ്റ് തിള വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഏലക്ക, ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുതൽ 4 ഏലക്ക വരെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് ചൂട് മാറി തിള വരുമ്പോഴേക്കും ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം തിള വന്നു, ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ, തിള വരാനായിട്ട് ജസ്റ്റ് തുടങ്ങുമ്പോഴാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ വെള്ളം നല്ല ചൂടായി, തിള ജസ്റ്റ് വന്നു തുടങ്ങി. ജസ്റ്റ് അടിയിൽ നിന്ന് മാത്രമാണ് തിള വന്നു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏലക്ക ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ തിളയ്ക്കണം. എന്നാൽ മാത്രമേ ഈ ഏലക്കയുടെ എസൻസ് വെള്ളം കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തെടുക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് വെള്ളം ചൂടായി തിള ജസ്റ്റ് ഒന്ന് അടിയിൽ നിന്ന് കുമിളകൾ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഏലക്ക ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഏലക്കയുടെ എസൻസ് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ. ഇനി നമ്മൾ തേയില ഇട്ട് കൊടുക്കുന്നു. കുറച്ച് തേയില ഇട്ട് കൊടുക്കുന്നു ആവശ്യത്തിന്. ഇപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ തേയില ഇട്ടു, 2 സ്പൂൺ തേയില ഇട്ടു. അപ്പോൾ നമ്മൾ ഇവിടെ 2 ടീസ്പൂൺ തേയിലയാണ് നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു. നമ്മുടെ തേയിലയും നമ്മുടെ ഏലക്കായും കൂടെ വെള്ളത്തിൽ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു ഫോമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിലേക്ക് നമ്മൾ 1 കപ്പ് പാല്, നമ്മൾ മാറ്റി വെച്ചിരുന്ന 1 കപ്പ് പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ നോക്കുക, ഈ 1 കപ്പ് നമ്മുടെ ഏലക്കായും പാലും വെള്ളവും അതേപോലെ തന്നെ ഇത് തേയിലയും കൂടി മിക്സായിട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവുക. അതിലേക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കുക വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഇത് തിളച്ച് വരാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക, ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ തിളച്ച് വന്നതിന് ശേഷം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് എപ്പോഴാണ് ഷുഗർ ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഷുഗർ ഇട്ടു, അടുത്ത ടീസ്പൂൺ ഷുഗർ ഇട്ടു. അപ്പോൾ പഞ്ചസാരയുടെ അളവെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇതൊന്ന് തിളച്ച് വരാനായിട്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ശരിക്കും കുക്കായിട്ട് വരാനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുക്കായിട്ട് വരാ എന്ന് തെളിയിക്കുന്നത് ഇതിന് നന്നായിട്ട് തിളച്ച് വരുന്നു എന്നതാണ്. നന്നായി കുക്കായി എന്ന് തെളിയിക്കുന്ന സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. കുക്കായി വന്നു, നന്നായിട്ട് തിള വന്നിരിക്കുന്നു. അപ്പം നമ്മുടെ ഏലക്ക, നമ്മുടെ ഷുഗർ, നമ്മുടെ പാല്, വെള്ളം, തേയിലപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് ഉള്ള ഒരു ഫോമാണ്. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ നന്നായിട്ട് മണം അടിക്കുന്നുണ്ട്. ശരിക്കും ഭയങ്കര ഒരു റിഫ്രഷ്മെൻറ്റ് തരുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് ഈ ഏലക്ക ചായ.
അപ്പോൾ നിങ്ങൾ സാധാ ചായ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഏലക്ക ചായ നന്നായിട്ട് തിളച്ച് വരുന്നു. ഇപ്പോൾ തിള വരുന്നതനുസരിച്ച് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സായിട്ട് വരുന്നുണ്ട്. അത് ഇപ്പം തിള വന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അത് നമ്മുടെ ചായയുടെ ഫ്ലേവർ കൂട്ടിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തിളച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. വേണ്ടത്ര തിള വന്നു. അപ്പോൾ അത് എനിക്ക് ആ മണത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മുടെ ചായക്കപ്പിലേക്ക് അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് നമ്മുടെ ചായ സെർവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏലക്ക ചായ ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ബൈ.